ആഭിചാര കർമ്മങ്ങളുടെ പേരിൽ പണം തട്ടിയെന്ന പരാതിയിൽ നടപടിയുണ്ടാകുന്നു. പയ്യന്നൂരിലെ ആഭിചാര തട്ടിപ്പിൽ കേസെടുത്ത പോലീസ്. ആഭിചാര കർമ്മങ്ങളുടെ പേരിൽ പണം തട്ടിയെന്ന കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ജമീലയുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. വിവരങ്ങളുമായി രജീഷാണ് ചേരുന്നത്. രജീഷ്, എന്തായാലും നമ്മുടെ വാർത്ത ഫലം കണ്ടിരിക്കുന്നു. പോലീസ് നടപടി ഉണ്ടാകുന്നു അല്ലേ? എങ്ങനെയാണ് വിശദാംശങ്ങൾ? രഞ്ജിനി, കുടുംബ പ്രശ്നങ്ങൾ മാറ്റിത്തരാമെന്നും വീട്ടുവളപ്പിലെ നിധിശേഖരം കണ്ടെത്തിത്തരാമെന്നും പറഞ്ഞു ഒരു സംഘം ആളുകൾ പണം തട്ടിയെടുത്തു എന്ന പരാതിയിലാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിനായി പൂജയും മന്ത്രവാദവും നടത്തി ലക്ഷങ്ങൾ വാങ്ങി കബളിപ്പിച്ചു എന്ന പയ്യന്നൂർ കാറമിൽ സ്വദേശി ജമീലയുടെ പരാതിയിലാണ് നടപടി. ചെറുപുഴ സ്വദേശി റഷീദ്, ആസിഫ, അബു ഹന്ന, കാസർഗോഡ് തങ്ങൾ, ഷറഫുദ്ദീൻ MTP, ഷംസു, സൈനബ, നിസാം, ഗൂഡല്ലൂർ തങ്ങൾ എന്നിങ്ങനെ 9 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് കേസെടുത്തിട്ടുള്ളത്. 2022 ജനുവരി മുതൽ ജൂൺ വരെ 6 മാസ കാലയളവിൽ 4 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയിൽ പറയുന്നത്. IPC സെക്ഷൻ 420 പ്രകാരം വഞ്ചനക്കുറ്റമാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ന്യൂസ് 18 ജമീലയുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ടത്. പരാതിയുമായി നിരവധി തവണ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങിയിട്ടും കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായില്ല എന്ന പരാതിയും പോലീസ് പെട്രോളിംഗ് പരിപാടിയുടെ ജമീല പങ്കുവച്ചിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. എന്തായാലും വാർത്താ ഫലം കണ്ടിരിക്കുന്നു. പോലീസ് നടപടിയെടുത്തിരിക്കുന്നു. കണ്ണൂർ പയ്യന്നൂർ സ്വദേശി ജമീലയുടെ പരാതിയിലാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. രജീഷ്, എന്തായാലും ഈ നരബലി കേസിൽ നിന്നും ഇലന്തൂരിലൊക്കെ നമ്മൾ കണ്ടതാണ്. അതിന്റെ ഞെട്ടിൽ നിന്ന് ഇതുവരെ നമ്മൾ വിട്ടുമാറിയിട്ടില്ല. അതിനു മുമ്പ് ഒപ്പം തന്നെ ചേർത്ത് വായിക്കാവുന്ന മറ്റൊരു വാർത്ത പയ്യന്നൂരിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നു. ആഭിചാര ക്രിയ, അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ. ഈ 9 പേർക്കെതിരെ മാത്രമാണോ നിലവിൽ കേസ് പ്രതി ചേർത്തിട്ടുള്ളത്, അതോ വേറെ ആരെങ്കിലും കൂടുതൽ പേർ ഇതിലുണ്ട്? അത്തരത്തിലൊരു നിഗമനം പോലീസിനുണ്ടോ? ജമീലയുടെ പരാതി പ്രകാരം ഇപ്പോൾ നിലവിൽ 9 പേർക്കെതിരെയാണ് കേസ് എടുത്തിട്ടുള്ളത്. ഇനി കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ പ്രതികൾ കൂട്ടിച്ചേർക്കപ്പെടാനും നിലവിലുള്ളവരെ ഒഴിവാക്കാനൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. രഞ്ജിനി, ശരി. എന്തായാലും കൂടുതൽ പേർ ഒരുപക്ഷെ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടേക്കാം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. എന്തായാലും ഈ ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട പരാതിയിൽ ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. രജീഷാണ് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.